നമ്മൾ നിയമസഭയിലേക്ക് വീണ്ടും പോവുകയാണ്. ഊരാലുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്ക് ക്ലീൻ ചിറ്റ് നൽകിയിരിക്കുകയാണ് സർക്കാർ. ഊരാലുങ്കലിലെ പദ്ധതികൾ നടപടിക്രമങ്ങൾ പാലിച്ചെന്ന് മന്ത്രി പി.കെ. ബഷീർ നിയമസഭയിൽ പറഞ്ഞു. വർക്ക് ലോഡ് കൂടിയതുകൊണ്ടാണ് ഇപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. സർട്ടിഫിക്കറ്റ് നിലവാരമുള്ളതുകൊണ്ട് എല്ലാവരും അവർക്ക് പിന്നാലെ പോയെന്ന് മന്ത്രി പറയുന്നു. ഊരാലുങ്കലിന് വഴിവിട്ട കരാറുകൾ നൽകിയെന്നായിരുന്നു പ്രതിപക്ഷത്തിരിക്കുമ്പോൾ UDF-ന്റെ ആരോപണം. സഭയിൽ പി.കെ. ബഷീർ നൽകിയ മറുപടിയിലേക്ക്. പൊതുമരാമത്ത് വകുപ്പിൻ്റെ 165 പ്രവൃത്തികളിൽ റോഡ് വിഭാഗത്തിൽ 61 പ്രവൃത്തികളാണ് ഉള്ളത്. 46 പ്രവൃത്തികൾ കിഫ്ബി പ്രവൃത്തികളാണ്. കൈവശമുള്ള പ്രവൃത്തികളിൽ ഭൂരിഭാഗം പ്രവൃത്തികളും അവിടുത്തെ കോഴിക്കോട് ജില്ലയിലാണ് നടക്കുന്നത്. ഇപ്പോഴുള്ള ഒരു പ്രശ്നം എന്ന് വെച്ചാൽ 165 പ്രവൃത്തികളിൽ 40ഓളം പ്രവൃത്തികൾ മന്ദഗതിയിലാണ്. കാരണം അവർക്ക് വർക്ക് ലോഡ് കൂടി. മുമ്പേ ഒരു ഏരിയ മാത്രം, ഇപ്പോൾ കാസർഗോഡ് മുതൽ പാറശാല വരെ എല്ലാവിധ പ്രദേശങ്ങളിലും വർക്ക് നടക്കുന്നുണ്ട്. ഈ അടുത്ത കാലത്ത് അവിടെ പ്രവർത്തനങ്ങളിൽ വർക്കുകളിൽ ഒരു മന്ദീഭവനം വന്നിട്ടുണ്ട്. അതിൻ്റെ കാരണങ്ങൾ അവിടെ ബന്ധപ്പെട്ട അതിൻ്റെ ലേബർ കോപ്പറേറ്റീവ് സൊസൈറ്റീൻ്റെ ഭാരവാഹികളെ വിളിച്ച് ഞാൻ സംസാരിച്ചിരുന്നു. ഈ പ്രവൃത്തി വളരെ മന്ദഗതിയിലായതുകൊണ്ട് പ്രവൃത്തി വേഗത്തിലാക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അർജുൻ രാജ് വിവരങ്ങളുമായി നമുക്കിപ്പം തത്സമയം ചേരുന്നു. അർജുൻ, കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് പരിപാടികളൊക്കെ ഊരാലുങ്കലിനെ ഏർപ്പിച്ച ഘട്ടങ്ങളിലൊക്കെയും പ്രതിപക്ഷത്തിരിക്കെ കോൺഗ്രസും UDF-ഉം ഒന്നും ആരോപിച്ചതും പറഞ്ഞതുമൊന്നും ഇങ്ങനെയല്ലായിരുന്നു. പക്ഷേ ഭരണത്തിലേറിയതിനു ശേഷം എല്ലാത്തിലും ഒരു തിരിവ് ഈ UDF-ന്റെ ഭാഗത്തു നിന്നുണ്ട്. ഊരാലുങ്കലിൻ്റെ കാര്യത്തിലും അത് നമ്മൾ കേൾക്കുന്നു. സേതു, ഊരാലുങ്കൽ ലേബർ സൊസൈറ്റിയെ പൂർണ്ണമായും തള്ളിപ്പറയുന്ന നിലയല്ല പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി.കെ. ബഷീർ സ്വീകരിച്ചിട്ടുള്ളത്. അവർക്ക് നിർമ്മാണ പ്രവൃത്തികൾ നൽകിയതിൽ ഏതെങ്കിലും തരത്തിലുള്ള ക്രമവിരുദ്ധത കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹം നിയമസഭയിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. ഊരാലുങ്കലിൻ്റേത് നിലവാരമുള്ള പ്രവൃത്തികളാണ് എന്ന് പി.കെ. ബഷീർ പറയുന്നു. സർട്ടിഫിക്കറ്റ് നിലവാരമുള്ളതുകൊണ്ട് എല്ലാവരും അവർക്ക് പിന്നാലെ പോയി. വർക്ക് ലോഡ് കൂടിയതുകൊണ്ടാണ് ഇപ്പോൾ പ്രശ്നം എന്നുള്ളതാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. അതല്ലാതെ ക്രമവിരുദ്ധമായി ഒരു നിർമ്മാണ പ്രവൃത്തികളും ഊരാലുങ്കലിന് നൽകിയിട്ടില്ല എന്നുള്ളതാണ് പൊതുമരാമത്ത് മന്ത്രി വിശദീകരിക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ ഊരാലുങ്കലിനെതിരെ പരാതി ഇതുവരെ ലഭിച്ചിട്ടില്ല. അങ്ങനെ ഏതെങ്കിലും തരത്തിൽ നിർമ്മാണ പ്രവൃത്തികളിൽ പ്രശ്നമുണ്ട് എന്നുള്ള പരാതി ലഭിച്ചു കഴിഞ്ഞാൽ അത് അന്വേഷിക്കുമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. അതായത് UDF പ്രതിപക്ഷത്തായിരിക്കുമ്പോൾ ഊരാലുങ്കലിന് ഇങ്ങനെ നിർമ്മാണ പ്രവൃത്തികൾ നൽകുന്നതിനെതിരെ വലിയ വിമർശനം UDF-ന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു. പക്ഷേ ഭരണത്തിലേറുമ്പോൾ ഏതെങ്കിലും തരത്തിൽ അതിനകത്ത് ക്രമക്കേട് ഉണ്ട് എന്ന് പൊതുമരാമത്ത് മന്ത്രി പറയുന്നില്ല. എന്ന് മാത്രമല്ല, 10 വർഷം കൊണ്ട് ലഭിച്ച ഒരുപാട് വർക്കുകൾ കാരണം അവർക്ക് അവരുടെ പ്രവൃത്തികളിൽ മന്ദീകരണമുണ്ട്. അക്കാര്യം ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തിയിട്ടുണ്ട്. അങ്ങനെ ഏതെങ്കിലും തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അക്കാര്യം പരിശോധിക്കും എന്നുള്ളത് മാത്രമാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. അതേസമയത്ത് ഭരണപക്ഷത്തെ MLA-മാർ ഊരാലുങ്കൽ ഒരു കുത്തകയായി മാറിയിട്ടുണ്ട്. അക്കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇന്ന് നിയമസഭയിൽ ചോദ്യോത്തരവേള തുടങ്ങിയത് തന്നെ. പല MLA-മാരും ഊരാലുങ്കലിനെ പ്രതിസ്ഥാനത്ത് നിർത്തുന്ന നിലയിലാണ് സംസാരിച്ചത്. ക്രമക്കേട് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള തരത്തിലുള്ള ചോദ്യങ്ങൾ നിയമസഭയിൽ നിന്ന് ഉയർന്നു. പക്ഷേ പൂർണ്ണമായും തള്ളിപ്പറയുന്ന നിലയല്ല മന്ത്രി സ്വീകരിച്ചിട്ടുള്ളത്. ഏതെങ്കിലും തരത്തിൽ ക്രമക്കേട് കണ്ടെത്തുകയാണെങ്കിൽ അക്കാര്യം അന്വേഷിക്കും എന്നാണ് പൊതുമരാമത്ത് മന്ത്രി പറയുന്നത്.